പറയുന്നു. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ അമ്മച്ചി പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോണം. കേട്ടോടോ കോപ്രേ? ഈ അണ്ണന്മാരുടെ കഥയൊക്കെ നത്തോലിയനോട് പറഞ്ഞിട്ടുണ്ട്. താനെന്താ പറഞ്ഞേ? ജന്മനോ ഗുണ്ടയാണെന്നോ? ഗുണ്ടയല്ല, മണ്ടൻ. മണ്ട ശിരോമണി. ഇവനൊക്കെ എന്നാ കൂതറ ഡയലോഗായിരുന്ന സീരിയൽ. എന്റെ അച്ചായനെങ്ങാനായിരുന്നെങ്കിൽ കയ്യടിയുടെ പെരുന്നാളാകുമായിരുന്നു. ഒരു പോക്കണം കെട് പറ്റിയതാണ്. ആ തൂമ നത്തൂലി വന്ന് പറഞ്ഞപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ മൂഞ്ചി മോറ കോർത്തപ്പോ വെറുതെ ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഓ മാപ്പാക്കണം, പോലീസിൽ പിടിച്ചു കൊടുക്കരുത് പറയണേ. അമ്മയെ ഞങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മ തന്നെ റോയ് മോനെ വിളിച്ച് പറഞ്ഞാ മതിന്ന്. അങ്ങനെ പറഞ്ഞയക്കാനാണെങ്കിൽ ഞാൻ എന്നത്രടാ ഇത്രയും റിസ്ക് എടുത്തത്? എന്നതായാലും ബായ്സിന് 1 കോടി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്, അപൂർവൻ റോയ്മോനെ വിളിച്ചിട്ട് ഒരു 6 കോടി ചോദിക്കേ. എത്ര റുപ്യ ചോദിച്ചത്? 6 കോടിയേ. തള്ളക്കെന്താ പിരിയളയൊന്ന്? എന്റെ അപ്പൂ നീ ചോദിക്കാൻ പോണ്ടട്ടോ, അത്രയും തരാൻ പോണില്ല. ഈ റോയിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ വട്ട് തള്ള പോയി ചാവട്ടെന്ന് വെക്കുള്ളൂ. അതിപ്പോ 5000 രൂപയുടെ കാര്യത്തിലാണല്ലോ നീ അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇതൊരു ബാർഗൈനിങ് ആണെന്നാ. നമ്മൾ 6 കോടി ചോദിക്കുമ്പോ അവര് 10 ലക്ഷം പറയും. അപ്പൊ നമ്മൾ 4 കോടിയാക്കും. അപ്പൊ അവര് 20 പറയും, പിന്നെ 30, അങ്ങനെ മാക്സിമം ഒരു 50 ലക്ഷം രൂപ വരെ കിട്ടും. അപ്പൊ ഈ ബാക്കി 50 ലക്ഷം കിട്ടാനേ നമ്മൾ തള്ളനെയും തട്ടിക്കൊണ്ടുവരും. അപ്പോ ഇതുവരെ വിളിച്ചില്ലേ? വിളിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴാണ് ഇവർക്കൊരു സംശയം. എന്നതാടാ പൈസേ? അല്ല, എനിക്ക് എന്റെ അമ്മേനെ. അമ്മയ്ക്ക് എന്തിനാണ് ഇത്രയും കാശ് കേൾക്കുകയാണ്? എന്നാ കേട്ടോ, 1 കോടി നിങ്ങളുടെ നാട്ടുകാരുടെ കടം വീട്ടാൻ. ബാക്കി 5 കോടിയാ? 5 കോടിയിൽ 1 കോടി. കോപ്രയ്ക്ക് അതിന്ന് ടാക്സ് കട്ട് ചെയ്യോ അമ്മച്ചി? ഒരു ചില്ലി കാശ് കട്ടയില്ല. 1 കോടി മുഴുവനും ചോപ്രയ്ക്ക്. ബാക്കി 4 കോടി. അതിൽ 1 കോടി ബാബു മോനെ. പിന്നെ 1 കോടി പരീക്ഷണങ്ങൾ നടത്താൻ നമ്മുടെ സയന്റിസ്റ്റിന്. ബാക്കി പിന്നെയും കിടക്കില്ലേ 2 കോടി രൂപ? ബാക്കി വരുന്ന 2 കോടി. ആ 2 കോടി രൂപ എനിക്ക് സിംഗിൾ ആയിട്ട് തരണ്ടട്ടാ. കാര്യം അമ്മച്ചിക്കനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണല്ലോ എന്നെ കൊണ്ട് വെള്ളം ചൂടാക്കിച്ചതും മീൻ പൊരിക്കാൻ പറഞ്ഞതും കമ്പനിക്ക് സ്മോൾ അടിക്കാൻ വിളിച്ചതൊക്കെ. പക്ഷെ ആ 2 കോടി രൂപ അമ്മച്ചി ഈ ഗഡീസിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അത്രയും പൈസ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെലവാക്കാൻ പറ്റില്ല അമ്മച്ചി. നിർത്തടാ കോപ്രേ. ബാക്കിയുള്ള 2 കോടി ഈ ബായ്സിനുള്ളതല്ല, പിന്നെ എനിക്കാ. ഈ റോസ്മേരിക്ക്. വേഗം റോയ്മോനെ വിളിക്ക്. വിളിക്കാൻ. എടാ, അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രൂട്ടാവാട്ടാ. ഹൈമേന്റെ പിരിവെട്ടി കിടക്കണേ. ഇനി പറയാൻ പോകുന്നത് എന്താ വേണമെങ്കിൽ പറയാം. എന്റെ മാമൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയായിരുന്നു. 10 പൈസന്റെ കുറവുണ്ട് പറയണേ. എന്റെ ദൈവമേ, ഭ്രാന്തുള്ളവരെ തോക്കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുന്നും പ്രശാന്ത അമ്പലത്തിൽ പോയത് പോലെ കംപ്ലീറ്റ് വെടിവഴിപാടായിരിക്കൂടാ. എന്റെ ശ്രീകുട്ടന് സുമയും എന്റെ കാവിലമ്മേ. എന്താടാ പൈസ കൊച്ചു വർത്തമാനം? റോയ് പോറ്റ കാശ് പറയുമ്പോ അത് അമ്മേന്റെ കാശാണോ? പിന്നെ വെറുതെ എന്തിനാ ഒരു നാടകം ചോദിക്കുകയാണ്? നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചാ മതി. വിളിക്കണേ റോയ് മോനെ. തോക്ക് താത്ത്. ഹലോ ഏട്ടാ, വീണ്ടും ഞാനാണ്. ഓ, ഞാനിവിടെ സംസാരിച്ചു. 5 കോടി രൂപ പറഞ്ഞു. ഇവിടെ ഉള്ളതൊക്കെ വലിയ വലിയ റൗഡീസാണ്. മൂത്താന്തര വേല, വടക്കന്തര ചാമി. 6 കോടി രൂപ കുറഞ്ഞു പറ്റില്ല പറഞ്ഞു. 6 കോടിയോ? വാട്ട് യു മീൻ? ആ ഏട്ടൻ പറയണു 6 കോടി തരാൻ പറ്റില്ല. 6 കോടി കുറഞ്ഞു പറ്റില്ല എന്ന് തള്ള പറഞ്ഞു. തള്ളയല്ല, റൗഡി പറഞ്ഞു പറയണേ. ഓക്കെ, നിങ്ങൾ പറയുന്ന പണം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കാം. നിങ്ങൾ പറയുന്ന ഏത് ഡിമാൻഡിനും ഞാൻ ഓക്കെയാണ്. പക്ഷേ
എന്റെ അമ്മച്ചിക്ക് ഒന്നും സംഭവിക്കരുത്. അമ്മച്ചിക്ക് എന്ത് സംഭവിക്കാൻ? ഞങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കാൻ ഏട്ടോ വേണ്ടിക്കോ? ക്ലാസ് പോണ എപ്പോ എവിടെ കൊണ്ടുവരുന്നത് ഞാൻ ഏട്ടനെ വിളിച്ച് പറയാം. ഓ ഓ ഹലോ ഹലോ. അല്ലിഷ്ട, എനിക്കൊരു ഡൗട്ട്. ഈ കഥ ഇപ്പൊ എങ്ങട്ടാ പോണേ? കഥ എങ്ങോട്ടെങ്കിലും പോട്ടെ, നമ്മളകത്ത് പോകുന്ന എന്റെ പേടി. എന്തായാലും കയ്യിന്ന് പോയി. ഇനി കാസ് കിട്ടുന്നത് വരെ അയിമേന്റെ കൂടെ നിക്കാം. ഓ അത് നടക്കും. ബായ്സേ, ഓ, എന്റെ റോയ്മോൻ അമ്മച്ചിയോട് സ്നേഹമുള്ളവനാ. ഓ അവൻ ഈ ഡീൽ ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് ആർമാദിച്ചാലോ? ഇതെടാ കുപ്പി. ആ. വേണ്ട എന്താ അമ്മ, ഞാനൊരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് പറയല്ല. ഈ പ്രകൃതി പ്രകൃതി എന്ന് പറയണത് ഒരു ഭയങ്കര സംഭവമാണ്. ഈ കായികറി സാധനങ്ങളൊക്കെ സൂപ്പറാണ്. ഒരു സാധാരണക്കാരന് വേണ്ട സാധനങ്ങളൊക്കെ തമ്പുരാൻ തന്നെ ഇതിൽ തന്നുണ്ട് പറയണേ. എങ്ങനെ എങ്ങനെ? അമ്മ ദാ നോക്കിയേ, ഇതിനകത്തൊരു കണ്ണ് പോലെ കാണാനല്ലേ? അതുകൊണ്ടാണ് ക്യാരറ്റ് കഴിക്കുന്നത് കണ്ണിന് നല്ലത് പറയണത്. ദാ നോക്ക്, ഈ തക്കാളി ഇങ്ങനെ അരിഞ്ഞാല് ഇതിനകത്തൊരു ഹൃദയം കണ്ടോ അമ്മച്ചി? അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയണത്. അതുപോലെ ഈ ബീൻസ് ഇല്ലേ, അതിനകത്തുള്ള ഈ മണി അത് വന്ന് കിഡ്നി കിഡ്നി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പഴമക്കാര് പറയണത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണെന്ന്. ഓ അപ്പു, ഓ എടാ അപ്പൊ ദിദ് എന്തിനുള്ളതാടാ? അത് പടവലങ്ങ ഞാൻ കിടക്കുമ്പോ വേണ്ട നീ. അത്രയ്ക്ക് മോശം. അമ്മ, നാങ്ങ ഒരു കാര്യം ചോദിച്ചാ അമ്മയ്ക്ക് വിഷമം തോന്നുന്നു. എന്നാടാപ്പോ, എന്നെ എവിടെയെങ്കിലും ചോദിച്ചോ. ഇന്ന് നമ്മൾ ഉറങ്ങാത്ത രാത്രിയാ. എൻജോയ് ദ ലൈഫ്. അമ്മച്ചി എന്തിനാ ഞങ്ങളുടെ അടുത്ത് നാടകം കളിക്കണത്? അത് അറിയണമെങ്കിൽ ഈ അമ്മ ആരാണെന്ന് മക്കൾ അറിയണം.